പിക്കറ്റ് 43 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നിരിക്കുകയാണ്. 2016 ഇറങ്ങിയ സിനിമയാണ്. പൃഥ്വിരാജാണ് പ്രധാന വേഷത്തിലെത്തിയത്. ജാവേദ് ജഫ്രിയും ഉണ്ട് പടത്തിൽ. മേജർ രവിയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ് പിക്കറ്റ് 43. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാവായ OG സുനിലാണ് ഇപ്പോൾ ആദ്യം ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നും ഒരു കള്ള ഒപ്പ് എഴുതിക്കൊണ്ട് മേജർ രവി തൻ്റെ സിനിമ തൻ്റെ കൈകളിൽ നിന്നും അദ്ദേഹം കൈക്കലാക്കിയെന്നാണ് OG സുനിലിൻ്റെ വാദം. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സിനിമ സംവിധാനം ചെയ്തത് മേജർ രവിയല്ല. സിനിമ സംവിധാനം ചെയ്തത് ഛായാഗ്രഹൻ ജോമോൻ ടി ജോണും നായകനായ പൃഥ്വിരാജ് സുകുമാരനും ചേർന്നാണ്. മേജർ രവിക്ക് സംവിധാനം അറിയില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ സുനിൽ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം അന്നത്തെ അഭിമുഖങ്ങളിൽ തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ഉൾപ്പെടെ OG സുനിൽ പറയുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് മേജർ രവി രംഗത്തെത്തി. മേജർ രവി ചില കാര്യങ്ങൾ പറയുന്നത് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അടിച്ച് കുളിച്ചിട്ടൊക്കെ വരണമെന്നൊക്കെ പറയും. നമ്മൾ അതൊന്നും കൂട്ടണ്ട, നമുക്ക് വാദപ്രതിവാദങ്ങൾ സംസാരിക്കാം. മേജർ രവി പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാവായ OG സുനിൽ താൻ പോലും അറിയാതെ കാസ്റ്റിംഗ് കോളുകൾ നടത്തി അത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനോട് ഉൾപ്പെടെ മേജർ രവി പറയുന്നു ഈ നിർമ്മാതാവ് വേണ്ട, പുറത്താക്കാമെന്നുള്ളത്. പക്ഷേ ഒരു അതിനെ ചർച്ചകൾക്കൊക്കെ ഇടയിൽ പിന്നീട് അത് സമ്മതിക്കുകയാണ് ചെയ്തത്. ഈ സിനിമ നാഷണൽ അവാർഡിന് അയക്കാൻ വേണ്ടിയിട്ട് മേജർ രവി പറയുന്നു. പക്ഷെ അത് അയക്കപ്പെടുന്നില്ല. ഈ സിനിമയിൽ നിന്ന് യാതൊരു സപ്പോർട്ടും OG സുനിൽ നിന്ന് ഈ നിർമ്മാതാവിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതും മേജർ രവി തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് പോയത്. ഇപ്പോൾ 22 ഫീമെയിൽ കോട്ടയം, പിക്കറ്റ് 43 ഇതൊക്കെ നിർമ്മിച്ച ഒരു വ്യക്തിയാണ് OG സുനിലെന്ന് ആണ് നമുക്കറിയാവുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം മേജർ രവി പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് OG സുനിലിനെതിരെ പറഞ്ഞ ചില പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതായത് ഈ സിനിമയുടെ നിർമ്മാണത്തിൽ കൂട്ടുനിന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ 50ാമത്തെ ദിവസത്തിൽ മേജർ രവിക്ക് വാശി തീർക്കാനായിട്ട് മേജർ രവി സ്വയം വാശി തീർക്കുന്ന രീതിയിൽ നിർമ്മാതാവിൻ്റെ പേര് ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ പോലും വെച്ചില്ല എന്നുള്ളത് പറഞ്ഞു. ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് മതിയായ പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ നിർമ്മാതാവായ സുനിലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നും മേജർ രവി തുറന്നടിക്കുകയും ചെയ്തു. സിനിമ 96 ദിവസം തിയേറ്ററിൽ ഓടിയെന്നാണ് ഇതിൻ്റെ സംവിധായകനായ മേജർ രവി പറയുന്നത്. എന്നാൽ സിനിമ തിയേറ്ററിലല്ല ഓടിയത്, താനാണ് ഓടിയതെന്നാണ് നിർമ്മാതാവ് സുനിലും പറയുന്നത്. അങ്ങനെ സിനിമ ഇപ്പോഴും നഷ്ടമാണോ ലാഭമാണോ എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനെ നിർമ്മാതാവും സംവിധായകനും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിന്നിരുന്നു. നമുക്കറിയാം, വളരെ നല്ല പാട്ടുകളുള്ളൊരു സിനിമയാണ്. തിയേറ്ററിൽ വലിയ വിജയമായോ എന്നതിനെ സംബന്ധിച്ച് പ്രൊഡ്യൂസറായ സുനിലും ഒന്നും പറയുന്നില്ല, സംവിധായകനായ മേജർ രവി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണകൾ ഉണ്ടാകുന്നത് തെറ്റാണ്. പക്ഷേ ഈ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പിക്കറ്റ് 43യുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുനിൽ എന്ന നിർമ്മാതാവ് ഒരു കാര്യങ്ങൾ പറയുന്നു, മേജർ രവി അതിന് എതിരഭിപ്രായങ്ങൾ പറയുകയാണ്. മാത്രമല്ല താൻ പോലും അറിയാതെ കാസ്റ്റിംഗ് കോളുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സംവിധായകൻ ആയ മേജർ രവി ഉയർത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കോളും താൻ നടത്തിയിട്ടില്ല എന്നാണ് സുനിൽ എന്ന നിർമ്മാതാവും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചകൾ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ ഇനി എങ്ങനെയാകുമെന്ന് നോക്കണം. ഇതിൻ്റെ കഥാസംവിധാനം നമ്മളിപ്പോഴും വിക്കിപീഡിയയിൽ നോക്കുമ്പോഴേക്കും മേജർ രവി എന്ന് തന്നെയാണ്. നിർമ്മാണം എന്ന് എഴുതിയിരിക്കുന്നത് OGB സുനിൽ എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പക്ഷേ പിക്കറ്റ് 43യുടെ ഒഫീഷ്യൽ പോസ്റ്ററിലും പ്രൊഡ്യൂസ്ഡ് ബൈ OG എന്നാണ് കൊടുത്തിരിക്കുന്നത്. 50ാമത്തെ ദിവസത്തെ പോസ്റ്ററിലാണ് ഈ പ്രൊഡ്യൂസ്ഡ് ബൈ എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് ഫിലിം ബൈ മേജർ രവി ആൻഡ് ടീം എന്നുള്ള രീതിയിലേക്ക് സംവിധായകനായ മേജർ രവി മാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ബാക്കി 2015 ജനുവരി 23 ചിത്രം റിലീസിനെത്തിയ രതീഷ് ബേഗാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. റെക്സ് വിജയനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്കോറും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ ഇപ്പോഴും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമയാണ്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ അതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം. സംവിധായകനും നിർമ്മാതാവും തമ്മിൽ ഒരു പരസ്യ യുദ്ധത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.